ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 19-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ കാണുന്നു: വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത് എന്നുള്ള ചോദ്യമാണ്. എവിടേക്കാണ് വെളിച്ചത്തിൽ ചെന്നെത്തുന്നതിനായി നാം യാത്ര ചെയ്യേണ്ടത്? ഏത് വഴികളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് വെളിച്ചത്തിലെത്തുവാൻ കഴിയും എന്നുള്ളതായ ഒരു ചോദ്യമാണ് ഇയ്യോബിനോട് ചോദിച്ചു വയ്ക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത് വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ള ആഴമായ ഓർമ്മപ്പെടുത്തലാണ്. യഥാർത്ഥ വെളിച്ചം അത്യുന്നതനായ ദൈവമാണെന്നും ആ ദൈവത്തിങ്കലേക്ക് യഥാർത്ഥമായ ആ സത്യ വെളിച്ചത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാനുള്ള ഏക വഴി യേശുക്രിസ്തു ആണെന്നും അവിടെ ഓർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും 19, 20, 21 വാക്യങ്ങൾ നോക്കുക. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. സത്യ വെളിച്ചമെന്ന് പറയുന്നത് ദൈവമാണെന്നും ആ ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്നത് തിന്മയാണെന്നും അത് നമ്മെ ഇരുളിലേക്ക് നയിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തികൾക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം ഇരുളിലാണ് വസിക്കുന്നത്. അവർ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നന്മ പ്രവൃത്തികൾ, സത്യം ചെയ്യുന്നതായ പ്രവൃത്തികൾ ആ നിലകളിൽ ചെയ്യുന്നത് മാത്രമാണ് ദൈവത്തിങ്കലേക്ക് നമ്മെ അടുപ്പിക്കുന്നതെന്നും ആ ദൈവത്തിങ്കലേക്ക് ചെല്ലുന്നതാണ് യഥാർത്ഥമായ വെളിച്ചത്തിലേക്കുള്ള യാത്രയെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ടെന്നും ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിലും പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്നാണ്. എന്ന് വച്ചാൽ യഥാർത്ഥ സത്യം ദൈവമാണെന്നും യഥാർത്ഥ വെളിച്ചം ദൈവമാണെന്നും ആ വെളിച്ചത്തിലേക്ക്, ആ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ തിന്മ വിട്ടതും നന്മയുള്ളതുമാകുന്നു എങ്കിൽ ആ നിലകളിൽ സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നാം നടക്കുന്നു എന്നും ആ വെളിച്ചത്തിലേക്ക് നടക്കുന്നവനാണ് ഭാഗ്യവാൻ എന്നും തിരിച്ചറിഞ്ഞ് വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ ഓരോ ദിവസങ്ങളും തിന്മ വിട്ട് നന്മ ചെയ്യുന്നവരായി നമുക്ക് തീരാം. അതിന് നമ്മെ സമർപ്പിക്കാം.
അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വെളിച്ചത്തിലേക്ക് നടന്നെത്തുവാൻ, സത്യത്തിലേക്ക് നടന്നെത്തുവാൻ, ആ സത്യദൈവത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ വെളിച്ചത്തിലേക്ക് നടക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.